Hello, my dear students. In this class, we will discuss the effect of structure, substrate, solvent, nucleophile, and leaving groups on SN1 and SN2 reactions. We are dealing with the module Reaction Mechanism 2. Today, we are going to discuss the factors affecting SN1 and SN2 reactions. SN1 and SN2 reaction mechanisms are generally affected by 1. The nature of the substrate, 2. The nature of the electrophile, 3. The nature of the leaving group, and the fourth point is the nature of the reaction medium or the solvent. Now we will see the nature of nucleophile and the leaving group. It should be noted that both the nucleophile and the leaving group, both the nucleophile and the leaving group, they are bases. That is why we are discussing both these together. Nucleophile എന്ന് പറഞ്ഞാലും leaving group എന്ന് പറഞ്ഞാലും they are bases. In the bases എന്ന് പറഞ്ഞാൽ, see here we have said how we will distinguish between a base and a nucleophile. And a base is a species that abstracts a proton. എന്നാൽ nucleophile എന്ന് പറഞ്ഞാൽ they are a species which reacts at an electrophilic center. See, ഇതാണ് ഒരു ബേസ്. ബേസിന് ലോൺ പെയർ ഉണ്ടാകും, ഒരു ലോൺ പെയർ എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് ഒരു ചാർജും ഉണ്ടെങ്കിൽ either it can take a proton or it can abstract or it can react at a carbon center, positively charged carbon center. ഇതിന് ഏതിനാണ് ടെൻഡൻസി കൂടുതൽ, അത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഈ ബി മൈനസ് എച്ച് പ്ലസിനെയാണ് കൂടുതലായിട്ട് അബ്സ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ we call this species as a base. If the base is attacking at the carbon center, positively charged or any electrophilic center, then we will call it as a nucleophile. ഇതാണ് ഒരു ബേസും ന്യൂക്ലിയോഫൈലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഒരു ന്യൂക്ലിയോഫൈലും ലീവിങ് ഗ്രൂപ്പും കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ടും എന്താണ്, അത് രണ്ടും ബേസസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഇവിടെ നമ്മൾ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൂയിസ് ബേസ് ആണ്. കാരണം ദേ ഓൾവേസ് കണ്ടെയ്ൻ എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, അറ്റ്ലീസ്റ്റ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാം വാട്ടർ ആൻഡ് അമോണിയ. അമോണിയയിലെ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്, വാട്ടറിലെ ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്. അമോണിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ്ങർ ബേസ് ആണ്. At the same time, ammonia is a stronger nucleophile than water. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് വീക്ക് ബേസും വീക്ക് ന്യൂക്ലിയോഫൈലുമാണ് അമോണിയ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഇഫ് യു കമ്പയർ വാട്ടർ വിത്ത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, വാട്ടറും HF കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഈസ് എ സ്ട്രോങ് ബേസ് ആസ് വെൽ ആസ് എ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ദാൻ HF. ഇനി നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് H2Sഉം H2Oയും തമ്മിലാണ്. ഇവിടെ H2S എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ ന്യൂക്ലിയോഫൈൽ ആണ്, വാട്ടറിനേക്കാൾ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ് H2S. പക്ഷേ H2S എന്ന് പറയുന്നത് വാട്ടറിനേക്കാൾ ഒരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ കണ്ടീഷനിലാണ്, ഒരേ സോൾവെന്റ് കണ്ടീഷനിലാണ് നമ്മൾ ഈ പറയുന്നത്. Now we will arrange the species in the decreasing order of nucleophilicity and basicity. നമ്മൾ കമ്പയർ ചെയ്തിരുന്നു, അമോണിയയിൽ 2 ലോൺ പെയർ ഉണ്ട്, ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്. സോറി, അമോണിയയിൽ 1 ലോൺ പെയർ, ഓക്സിജനിൽ 2 ലോൺ പെയർ. അമോണിയയിൽ 1 ലോൺ പെയർ, ഓക്സിജനിൽ 2 ലോൺ പെയർ. ഇവിടെ ഈ സ്പീഷീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലാകുന്ന ഇതാണ്, അമോണിയ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് base as well as the strongest nucleophile. Then comes water and then comes HF. അപ്പോൾ ഇവിടുത്തെ ലീസ്റ്റ് ന്യൂക്ലിയോഫൈൽ, ലീസ്റ്റ് ബേസും അതുപോലെ തന്നെ വീക്കസ്റ്റ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് HF ആണ്. സ്ട്രോങ് ന്യൂക്ലിയോഫൈലും
അതുപോലെ തന്നെ അതായത് സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയോഫൈലും അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്ന് പറയുന്നതും അമോണിയയാണ്. ഇനി വാട്ടറും H2S എടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ന്യൂക്ലിയോഫിലിസിറ്റി ദെൻ H2S ഈസ് എ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ ദാൻ വാട്ടർ. ഇനി നമ്മൾ ബേസിസിറ്റി ആണ് നോക്കുന്നതെങ്കിൽ H2S ഈസ് എ വീക്കർ ബേസ് ദാൻ വാട്ടർ. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആറ്റം നോക്കുക, നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ തന്നെ ഫ്ലൂറിൻ. ഈ ആറ്റങ്ങളുടെ ഹൈഡ്രജൻ കോമ്പൗണ്ട്സിന്റെ കമ്പാരിസൺ ആണ്. ഈ 3 ആറ്റങ്ങളും ഒരു പീരീഡിൽ വരുന്നതാണ് നമുക്ക് കാണാം. ഇത് ഈ പീരീഡിൽ വരുന്നതാണ്, സെക്കൻഡ് പീരീഡിൽ വരുന്നതാണ്. ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ നൈട്രജൻ. ഇവിടെ നോക്കൂ, ഇവിടെ ബേസിസിറ്റി ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്, ന്യൂക്ലിയോഫിലിസിറ്റിയും ലെഫ്റ്റ് സൈഡിലേക്ക്. ഈ ആരോ കാണിക്കുന്ന പീരീഡാണ്. ദിസ് ഈസ് അലോങ് ദ പീരീഡ്, ദിസ് ഈസ് ഓൾസോ അലോങ് ദ പീരീഡ്. ഇവിടെ നമ്മൾ ബേസിസിറ്റി നോക്കുന്നു, ഇവിടെ നമ്മൾ ന്യൂക്ലിയോഫിലിസിറ്റി നോക്കുന്നു. അതായത് ഒരു പീരീഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് LHSലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിസിറ്റിയും ഒരേപോലെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ H2O-ഉം H2S-ഉം തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ഓക്സിജൻ ഫാമിലിയാണ്. നൈട്രജൻ, ഓക്സിജൻ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം. ഈ ഗ്രൂപ്പിലാണ് ഇത് വരിക. ചാൾക്കോജൻസ് ആണ് ഓക്സിജൻ, സൾഫർ. ഇത് ഗ്രൂപ്പാണ്. ഇവിടെയും ഗ്രൂപ്പിലുള്ള വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ബേസിസിറ്റി നോക്കുന്നു, അടുത്ത സ്ഥലത്ത് ന്യൂക്ലിയോഫിലിസിറ്റി നോക്കുന്നു. സി, അൺലൈക്ക് ഇൻ എ പീരീഡ്, ഇൻ എ ഗ്രൂപ്പ് what happens is that the nucleophilicity increases down the group while the basicity decreases down the group. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ ആണ് ബേസിസിറ്റിയും ന്യൂക്ലിയോഫിലിസിറ്റി ആയിട്ട് എവിടെ ഒരു ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓർഡർ ഓഫ് ന്യൂക്ലിയോഫിലിസിറ്റി നോക്ക്, H2S ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്സിജന്റെ താഴെയാണ്. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിസിറ്റി കൂടുന്ന ഡയറക്ഷനിലാണ് സൾഫർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതേ സമയത്ത് നമ്മൾ വാട്ടറും H2S-ൻ്റെയും ബേസിസിറ്റി ആണ് നോക്കുന്നതെങ്കിൽ, സി, ഓക്സിജൻ ഈസ് അറ്റ് ദ ടോപ്പ്. അറ്റ് ദ ടോപ്പ് മീൻസ് അതിൻ്റെ ബേസിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ആൻഡ് ഹെൻസ് ദ ഓർഡർ ഈസ് എക്സ്പ്ലെയിൻഡ്. അപ്പോൾ ഇതൊരു പീരിയോഡിക് ടേബിളിലെ പീരീഡും ഗ്രൂപ്പും പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു ജനറൽ പ്രിൻസിപ്പിൾ മാത്രമാണ്. സിറ്റുവേഷൻ വേരീസ് വിത്ത് ദ സോൾവെന്റ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസിനെയാണ്. ഇനി ന്യൂക്ലിയോഫൈൽസിനകത്ത് ലോൺ പെയർ അല്ലാതെ, ലോൺ പെയർ കാണും, ലോൺ പെയറിനോടൊപ്പം തന്നെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ന്യൂക്ലിയോഫൈൽസ് ദേ വിൽ ബി വെരി സ്ട്രോങ്. ഇപ്പം നമ്മൾ അമോണിയ, വാട്ടർ എന്നുള്ളത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തു. ഇവിടെ നമ്മൾ കണ്ടു അമോണിയ ഒരു സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയോഫൈൽ ആണെന്നും HF വീക്ക് ആണെന്നും. എന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഓർഡർ. ചാർജ്ഡ് സ്പീഷീസ് വിൽ ബി ഹാവിങ് മോർ ന്യൂക്ലിയോഫിലിസിറ്റി. അപ്പോൾ ഇവിടെ ഇതൊരു ആൽക്കോക്സൈഡ് അയോൺ ആണ്, ഇതൊരു ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്. അപ്പോൾ ആൽക്കോക്സൈഡ് അയോൺ ഈസ് ഹാവിങ് ദ സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റി ആൻഡ് HF ദ വീക്കസ്റ്റ്. ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെ ഒരു കാർബൺ സെന്റർ ഉണ്ട്, ആ കാർബൺ സെന്ററിൽ 4 ഗ്രൂപ്പുകൾ കാണും. അലിഫാറ്റിക് ആണ്, അതുകൊണ്ട് ഇത് ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ ഒരു ന്യൂക്ലിയോഫൈൽ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് വിൽ അറ്റാക്ക് അറ്റ് ദിസ് കാർബൺ. ഇതൊരു ലീവിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ലീവിങ് ഗ്രൂപ്പ് ഇങ്ങനെ ലീവ് ചെയ്ത് പോവും. ഇറ്റ് ക്യാൻ ഐദർ ലീവ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ എ ഡബിൾ സ്റ്റെപ്പ്. പക്ഷേ ഈ ന്യൂക്ലിയോഫൈൽ വളരെ സ്ട്രോങ് ആണെങ്കിൽ
അതിന് ഈ കാർബൺ ആറ്റത്തിനെ അറ്റാക്ക് ചെയ്യാൻ ഈ ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഇത് പെട്ടെന്ന് തന്നെ അത് അറ്റാക്ക് ചെയ്യും. ആൻഡ് അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സംഭവിക്കണം, പ്ലസ് എൽ മൈനസ്. ഇവിടെ ന്യൂക്ലിയോഫൈൽ മൈനസ് ആണ് എങ്കിൽ ഇങ്ങനെ നടക്കും. അപ്പൊ ഇവിടെ ഈ ന്യൂക്ലിയോഫൈലിന് ഈ എല്ല് ലീവ് ചെയ്യാതെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ബൈ ഇറ്റ് ഈസ് സോ സ്ട്രോങ്. ഇത് വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇതിനകത്ത് പറ്റും. എന്നാൽ ഇവിടുത്തെ ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വീക്ക് ന്യൂക്ലിയോഫൈലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിയോഫൈലും എന്ന് പറയുന്നതും ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നതും ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും ബോത്ത് ആർ ബേസസ്. അറ്റ് ദ സെയിം ടൈം ബോത്ത് ആർ ആക്ച്വലി ന്യൂക്ലിയോഫൈൽസ്. only thing is that ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. അപ്പോൾ എസ് എൻ റിയാക്ഷൻസിൽ എന്താ നടക്കുന്നത്? എപ്പോഴും ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ വീക്കർ വൺ. വീക്കർ വൺ വിൽ ബി ആക്ടിങ് ആസ് ദ ലീവിങ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റും സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ആ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. therefore it favors SN2 മെക്കാനിസം. അതേസമയത്ത് വീക്ക് ന്യൂക്ലിയോഫൈലാണ് എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയോഫൈൽ വീക്ക് ആണെങ്കിൽ, വാട്ടർ പോലുള്ള ന്യൂക്ലിയോഫൈൽ ആണ് എങ്കിൽ അതിന് ഈ കാർബൺ സെന്ററിനെ അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. ഇതൊരു ടെട്രാഹൈഡ്രൽ കാർബൺ ആണ്. ഈ ടെട്രാഹൈഡ്രൽ കാർബൺ ആറ്റത്തിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലീവിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതൊരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് ഇതിന് പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് വാട്ടർ ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് അതിനെ ഒറ്റ സ്റ്റെപ്പിൽ ആദ്യം തന്നെ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്തതിന് ശേഷം. ഇങ്ങനെ ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്താൽ പിന്നെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന വാട്ടർ എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലിന് ഇറ്റ് ക്യാൻ ഗോ ആൻഡ് അറ്റാക്ക് only at this carbocation. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ഓൾവേസ് ഫേവർ SN1 മെക്കാനിസം. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ഫേവർ SN2 ആൻഡ് വീക്ക് ന്യൂക്ലിയോഫൈൽസ് ഫേവർ SN1 മെക്കാനിസം. അതുപോലെ തന്നെ ഇനി നമുക്ക് ലീവിങ് ഗ്രൂപ്പിന്റെ കാര്യം ഒന്ന് പറയാം. പക്ഷെ ലീവിങ് ഗ്രൂപ്പിനേക്കാൾ പ്രാധാന്യം ശരിക്കും ന്യൂക്ലിയോഫൈലാണ്. പക്ഷെ നമ്മൾ ഒരേ സോൾവെന്റ് എടുക്കുന്നു, ഒരേ റിയാക്ഷൻ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ദ ലീവിങ് ഗ്രൂപ്പ് ടെൻഡൻസി among the halogens it follows this order. അയഡിൻ ആയിരിക്കും the best leaving group and fluorine is a bad leaving group. അപ്പോൾ അയഡിൻ നല്ല ലീവിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന് എപ്പോഴും ഒരു SN1 മെക്കാനിസം ഫേവർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കിത് എല്ലായ്പ്പോഴും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. വൈ മീൻസ് ദ സോൾവെന്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. നമ്മൾ റിയാക്ഷൻ ഏത് മീഡിയത്തിൽ നടത്തുന്നു എന്നുള്ളത് എപ്പോഴും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിൻ്റെ ബേസിസിറ്റിയും ഇതിൻ്റെ ന്യൂക്ലിയോഫിലിസിറ്റിയും സോൾവെന്റ് അനുസരിച്ച് മാറും. അപ്പോൾ സോൾവെന്റ് ആണ് കൂടുതലും നമ്മൾ ലീവിങ് ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സോൾവെന്റിന്റെ റോളാണ്. അത് നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് പറയും. സോ ഇതൊന്ന് നമുക്ക് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം, സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ദേ ഫേവർ SN2 മെക്കാനിസം. വീക്കർ ന്യൂക്ലിയോഫൈൽസ് എക്സാമ്പിൾ ഉണ്ട്, ദേ ഫേവർ SN1 മെക്കാനിസം. ആൻഡ് ബെറ്റർ ലീവിങ് ഗ്രൂപ്പ് ദേ ഓൾവേസ് ഫേവർ SN1 mechanism. Now we will see the nature of the solvent on SN1 and SN2 mechanism. നമുക്കറിയാം, ഒരു റിയാക്ഷൻ റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ റിയേജൻറ്റും that should be dissolved in a suitable solvent. അതിൽ ഓർഗാനിക് സോൾവെന്റ് ആകാം, റെക്വൽ സോൾവെന്റ് ആകാം. എനിവേ ദാറ്റ് ഷുഡ് ബി ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ ഹോമോജിനിയസ് മീഡിയം കിട്ടുള്ളൂ, റിയാക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷേ സോൾവെന്റിന് ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും. ഓഫ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഡിസ്കസ്ഡ് എബോവ്, നമ്മൾ മുകളിൽ വിവരിച്ച ഓരോ പോയിന്റ്സ്, ന്യൂക്ലിയോഫൈലിന്റെ നേച്ചർ, ലീവിങ് ഗ്രൂപ്പിന്റെ നേച്ചർ, സബ്സ്ട്രേറ്റിന്റെ നേച്ചർ, ഇതൊക്കെ കൂടാതെ
the factor that overwhelmingly influence the course of the reaction is the solvent. ഇതിനേക്കാളിലൊക്കെ പ്രാധാന്യം സോൾവെന്റിനുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ സോൾവെന്റ് ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ ഹയർ കോൺസെൻട്രേഷൻ. The solvent molecules, they can influence the reaction by its interaction with the substrate, with the nucleophile, even with the transition state, and also with the intermediate. Since the solvent molecules, they are present in excess, they can interact with any of these species. ഇപ്പൊ നമ്മുടെ സോൾവെന്റ് ഒരു പോളാർ സോൾവെന്റ് ആണെങ്കിൽ, എ പോളാർ സോൾവെന്റ് ക്യാൻ സ്ട്രോങ്ലി സോൾവേറ്റ് അയോൺസ്. എപ്പോഴും ഒരു പോളാർ സോൾവെന്റ് ഇന്ററാക്ട് ചെയ്യുന്നത് അയോൺസ് ആയിട്ടായിരിക്കും. അതിനെ നമ്മൾ ഡൈപോൾ അയോൺ ഇന്ററാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അയോൺസിനെ സോൾവേറ്റ് ചെയ്യാൻ പോളാർ സോൾവെന്റ് മതിയാവും. അപ്പോൾ എ പോളാർ സോൾവെന്റ് ക്യാൻ സ്ട്രോങ്ലി സോൾവേറ്റ് ദ അയോൺസ് ഫോംഡ് ഇൻ SN1 റിയാക്ഷൻ by building a solvent cage around each ion. എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. ഇവിടെ നമുക്കറിയാം SN1 റിയാക്ഷനിൽ ആദ്യം ഒരു കാർബോകാറ്റയോൺ ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ റിയാക്ഷൻ മീഡിയം വാട്ടർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് വാട്ടർ വിത്ത് ഇറ്റ്സ് 2 lone pairs of electron, it can interact with the carbocation and it can cage this carbocation. അപ്പോൾ അങ്ങനെ ഈ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പോളാർ സോൾവെന്റ് എപ്പോഴും എൻഹാൻസ് ചെയ്യുന്നത് ഒരു കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പോളാർ സോൾവെന്റിൽ എപ്പോഴും നടക്കാൻ സാധ്യത SN1 റിയാക്ഷൻ ആണ്. Thus, more polar solvents accelerate the formation of carbocations as they are capable of solvating and stabilizing the carbocations. The polarity of the solvent and hence its ability to solvate or stabilize the ions in solution, that is always measured by a property of solvent known as a dielectric constant. പോളാർ സോൾവെന്റ്സിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് സാധാരണഗതിയിൽ കൂടുതലായിരിക്കും, നോൺ പോളാറിന്റെ വളരെ കുറവായിരിക്കും. ഈ ടേബിൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് സോൾവെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. വാട്ടർ, മെത്തനോൾ, എത്തനോൾ, അസറ്റോൺ, ഈഥൈൽ ഈഥർ, പെന്റെയ്ൻ, അവയുടെയൊക്കെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് വാട്ടറിന്റെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 80, മീൻസ് വാട്ടർ ഈസ് മോർ പോളാർ. ഇറ്റ്സ് എ മോസ്റ്റ് പോളാർ എമംഗ് ദ ഓൾ ദി സോൾവെന്റ്സ് ഗിവൺ ഇൻ ദ ലിസ്റ്റ്. അടുത്തത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് മെത്തനോളിന്റെ 33 ആണ്. ഇറ്റ് ഈസ് ലെസ് പോളാർ ദാൻ വാട്ടർ. അങ്ങനെ പോവും. ഇവിടെ റിലേറ്റീവ് റേറ്റ് ഓഫ് SN1 റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അവിടെ എന്താണെന്ന് നോക്കൂ. വാട്ടർ ഉപയോഗിക്കുമ്പോൾ ദ റേറ്റ് ഈസ് റിലേറ്റീവ് റേറ്റ് ഈസ് 8 × 10⁻3. മെത്തനോൾ ഉപയോഗിച്ചാൽ കുറയുന്നു 1 × 10⁻3. വീണ്ടും എത്തനോൾ ഉപയോഗിച്ചാൽ വീണ്ടും കുറയുന്നു, അസറ്റോൺ ഉപയോഗിച്ചാൽ കുറയുന്നു. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു കാര്യം ക്ലിയർ ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് റിലേറ്റീവ് റേറ്റ് ആണ്. എന്താണ് റിലേറ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷനാണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് അയണൈസേഷൻ ഓഫ് ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. ഈ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ആണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡിന്റെ അസറ്റോൺ മീഡിയത്തിലുള്ള റിയാക്ഷൻ ആയിരുന്നു നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരുന്നത്. ഈ അസറ്റോണിൽ റേറ്റ് എത്രയാണോ ആ റേറ്റിനെ അസറ്റോണിന്റെ റേറ്റ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ അസറ്റോണിൽ റേറ്റ് നമ്മൾ 1 ആക്കി ഫിക്സ് ചെയ്താൽ ബാക്കിയുള്ള മീഡിയത്തിലെ റേറ്റുകൾ അസറ്റോണിനുള്ളിലുള്ള റിയാക്ഷൻ റേറ്റിന്റെ ഇത്ര ഇരട്ടി എന്നാണ് വരുന്നത്. അപ്പോൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അസറ്റോണിലുള്ളതിനേക്കാൾ 8 × 10⁻3 ടൈംസ് റേറ്റ് കൂടുതലായിരിക്കും. മെത്തനോൾ എടുത്തു കഴിഞ്ഞാൽ 1 × 10⁻3, അത് കുറച്ചുകൂടെ കുറയും, വാട്ടറിനേക്കാൾ കുറയും. അടുത്തത് എത്തനോൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കുറയും. കാരണം അപ്പൊ ഇവിടെ നമുക്ക് നോക്കൂ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കുറയുന്ന അനുസരിച്ച് റിലേറ്റീവ് റേറ്റ് കുറയുന്നു.
എന്താണ് റിലേറ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഇൻ അസറ്റോൺ മീഡിയം. അതുകൊണ്ടാണ് അസറ്റോണിനെ 1 ആക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ എനിവേ നമ്മൾക്ക് മനസ്സിലാകുന്ന ഇതാണ്, ആസ് the dielectric constant decreases, the relative rate constant for the SN1 reaction mechanism decreases. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റുന്ന ഇതാണ്, പോളാർ സോൾവെൻറ്റ്സ് ഓൾവേസ് ഫേവർ SN1 റിയാക്ഷൻ.